ഏഴ് ബി 7A ഞാൻ പഠിച്ചത്. 7A ക്ലാസ് റൂമാണ് ഇത് കാണുന്നത്. ഇവിടെ ഒരു സൈഡിലാണ് ഞാനിരുന്ന് പഠിച്ചത്. ഈ ഒരു സൈഡിലാണ് ഞാനിരുന്നത്. ഇവിടെ ഒന്ന് ബെഞ്ചായിരുന്നു. അപ്പോൾ തറ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ സ്കൂളിൽ വന്നതാണ്. പഴയ UP സ്കൂളിൽ, സെൻറ്റ് മിൽട്ടൺസ് UP സ്കൂളിൽ, തൃക്കണ്ണാപുരം. ഇതൊക്കെ ക്ലാസ് റൂമുകളാണ്. ഇത് പണി നടക്കുന്നുണ്ടെന്ന് ഞായറാഴ്ച ആയിട്ട് ആരുമില്ല, അവധിയാണ്. സ്കൂളൊക്കെ അവധിയാണ്. 1ാം ക്ലാസ് അറ്റത്താണ്. ഇപ്പോൾ നല്ല ക്ലാസ് റൂമൊക്കെ ആയിരുന്നു. ഇപ്പോൾ പണ്ട് നമ്മൾ തറയിലിരുന്നാണ് പഠിച്ചത്. ഇപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ബെഞ്ചും ഡെസ്കും ഒക്കെ. ഇത് 3ാം ക്ലാസ്. ഇങ്ങനെ ഓരോരോ ക്ലാസ്സുകളുണ്ട്. 2, അപ്പുറത്ത് 1, 2ാം ക്ലാസ്. ഇത് 1ാം ക്ലാസ്. 1ാം ക്ലാസ്സാണിത്. ഇവിടെ ഇരുന്നാണ് 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചത്. ഇതൊക്കെ ഓഫീസ് റൂമാണ്. ഇപ്പോൾ ഈ സ്കൂളിപ്പോൾ വേറെ സ്ഥലത്തോട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ പഴയ ഓഫീസ് റൂം. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് ആരുമില്ല. പഴയ ഷീറ്റ് ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പം ഇതൊക്കെ ജിപ്സത്തിൻ്റെ വർക്ക് അതൊക്കെ തുടങ്ങി. കംപ്ലീറ്റ് ജിപ്സൊക്കെ ആയി. ഫാനൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഫാനുണ്ട്. ഫാനുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ ഫാനൊന്നും ഇല്ലായിരുന്നില്ല. വെറും തറയിലിരുന്ന് പഠിച്ചതാണ്. ഇത് അന്നും ഉണ്ടായിരുന്നു. ഈ മരം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഇന്ന് ചെറിയ മരമായിരുന്നു, വലിയ മരമായി. ഇത് കഞ്ഞി വയ്ക്കുന്ന കഞ്ഞിപ്പുരയാണ് ഉണ്ടാകും. ആ കാണുന്ന കഞ്ഞിപ്പുര. അവർക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലമാണ്. ഇത് അവിടെ നമ്മൾ വാട്ടർ കണക്ഷൻ പൈപ്പ്. ഇതിനകത്താണ് വെള്ളം നമ്മൾ കൈ കഴുകാനൊക്കെ കുടിക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വാട്ടർ ടാങ്ക്. അതുവരെ ഷീറ്റ് ചെറിയൊരു കെട്ടിടമായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ ഡെവലപ്പ് ആക്കി. പഴയ കാലത്തുള്ള പെയിൻറ്റിങ്ങൊന്നും അല്ല, ഇപ്പോൾ പുതിയ കാലത്തുള്ള പെയിൻറ്റിങ്ങാണ് ഇപ്പം നിലവിലുള്ളത്. ഇതാണ് നമ്മളെ ഊട്ടുപുര. അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം. ഇത് സെൻറ്റ് മിൽട്ടൺസ് UP സ്കൂൾ, തൃക്കണ്ണാപുരം. ഇത് പള്ളിയാണ്. ഇതിൻ്റെ കൂടെയുള്ള ചർച്ചാണ്. ചർച്ച് നേരത്തുള്ള ചർച്ച് ഇതല്ലായിരുന്നു, വേറെ ആയിരുന്നു. ഇത് പുതിയ മോഡലിൽ ചർച്ചാണ്. ആ പഴയ ചർച്ച് പൊളിച്ചിട്ട് പുതിയ ചർച്ച് വെച്ചതാണ്. ഇത് ഈ മിൽട്ടൺസ് UPSൻ്റെ ചർച്ച് തന്നെ. പണ്ടുള്ള പള്ളിയൊക്കെ നല്ല പള്ളിയായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു. ഇപ്പോൾ കാലത്തിനനുസരിച്ച് എല്ലാ മാറ്റങ്ങളും സംഭവിച്ചു. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പുതിയ ബിൽഡിങ്ങായി. ഇവിടെയൊക്കെ നമ്മൾ കളിച്ച് വളർന്ന സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെയൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് നല്ല രസമാണ്. കൂടുതൽ തോട്ടമാണ്, റബ്ബർ തോട്ടമായിരുന്നു ഇവിടെ. ഇത് ഈ കാണുന്നതിന് പുതിയ ബിൽഡിങ്. ഇപ്പോൾ പുതിയ കെട്ടിടം പണിത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് സാറന്മാരും ആരുമില്ല. എല്ലാവരും വന്നില്ല. ഒരു പണിക്കാർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ തുറന്നിട്ടേക്കുന്നത്. ആരുമില്ല, സാറന്മാരും ആരുമില്ല. ഇതാണ് പുതിയ ബിൽഡിങ് കാണുന്നത്. പുതിയ ബിൽഡിങ്ങാണ്. പുതിയ ബിൽഡിങ്ങാണിത്. ഉദ്ഘാടനം കഴിഞ്ഞു. ഇവിടെ ഈ സൈഡിലൊക്കെ നമ്മൾ നിന്ന്
പിന്നെ ഇരുന്ന് ഈ ഭാഗത്തൊക്കെ ഇരുന്ന് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാറ്റ് കളിക്കുന്നതൊക്കെ ഈ ഭാഗത്താണ്. ഇത് ഈ പഴയ കെട്ടിടത്തിൻ്റെ ബാക്ക് സൈഡാണിത്. ഇത് പുതിയ കെട്ടിടം, അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ കെട്ടിടം വെച്ചിട്ടുണ്ട്. പണി പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങോട്ട് ആ കാണുന്ന റബ്ബർ തോട്ടമാണ്, അങ്ങോട്ട് ആ കാണുന്ന റബ്ബർ തോട്ടമാണ് അങ്ങ് ഉള്ളിലോട്ട്. റബ്ബർ തോട്ടം അന്ന് പണ്ടേ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, പക്ഷേ അന്നുള്ള കാലഘട്ടത്തിലുള്ള റബ്ബർ തോട്ടം അല്ല ഇത്. ഇത് പുതിയ റബ്ബർ തോട്ടമാണ്. അന്നുള്ളത് എല്ലാം മുറിച്ചിട്ട് ഇപ്പം പുതിയ പ്ലാന്റേഷൻ ചെയ്ത് തൈ വെച്ച് പിടിപ്പിച്ചതായിരിക്കും. ഇപ്പം പുതിയ റബ്ബറാണിത്. മറ്റേ പഴയതൊക്കെ പഴക്കം ചെന്ന റബ്ബർ ആകെ മുറിച്ചിട്ട് വന്നിട്ട് പുതിയ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് റബ്ബറും തോട്ടം ഈ സൈഡ്. ഈ ഭാഗത്തായിരുന്നു നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് കെട്ടിടത്തിൻ്റെ ബാക്ക് ഭാഗം, ഇവിടെ ഒരു മൂത്രപ്പുരയും അതേപോലെ തന്നെ ഒരു ഓല ഷെട്ടും ഉണ്ടായിരുന്നു. ഓല ഷെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചോളം വയ്ക്കാൻ ഉച്ചഭക്ഷണത്തിന് ചോളം തയ്യാറാക്കുന്ന സ്ഥലം ആയിരുന്നു. നേരത്തെ കാണിച്ചത് രണ്ടാമത് വെച്ചതാണ്. ഇത് പുതിയ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. രണ്ടും ചേർന്ന് തന്നെ ഇരിക്കുന്ന, വലിയ വ്യത്യാസമൊന്നുമില്ല. പഴയ സ്കൂളും പുതിയ സ്കൂളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ചേർന്ന് തന്നെ ഇരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കണക്ക് നമ്മൾ 1980 തൊട്ട് 87 വരെ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സാറന്മാരൊക്കെ ഇന്നിപ്പോൾ അന്നത്തെ സാറന്മാരും ഇവിടെ ഇപ്പം നിലവിലില്ല. കുറച്ച് പേരൊക്കെ മരണപ്പെട്ടു പോയി. ബാക്കി സാറന്മാരൊക്കെ എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യ. ഈ സ്കൂളിലൊക്കെ എല്ലാം പുതിയ ഹെഡ് മാസ്റ്റേഴ്സും പുതിയ മാനേജ്മെൻറ്റുമാണ്. അതാണ് പുതിയ ബിൽഡിങ്. ഈ പുതിയ ബിൽഡിങ്ങിൽ ഇപ്പം ഈ പറയുന്ന കണക്ക് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ടാണ് ഇല്ലാത്തത്. ഇന്നിപ്പം ഞായറാഴ്ച, തിങ്കളാഴ്ച ഒക്കെ പ്രവർത്തനം ഉള്ള ദിവസമാണ്. ഇപ്പം ഞാൻ ഞായറാഴ്ചയാണ് വന്നത് എടുക്കുന്നത്. ഇത് റോഡ് സൈഡാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് പുതിയ ബിൽഡിങ്, ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കിണറാണ്. ഈ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വരുന്ന സമയത്ത് ഈ കിണർ എൻ്റെ പിന്നെ ഇപ്പോൾ കിണറിൻ്റെ തൂങ്കട്ടിയില്ല, ഒരു തൂങ്കട്ടിയുണ്ട്, വെള്ളം കുറേ കപ്പി ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അത് അതിനകത്ത് ചേർത്ത് കാണുന്നത് മോട്ടറാണ്. ആ മോട്ടർ വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ഒരു സമയത്ത് ഒരു മഴവെള്ള പാച്ചലിൽ അത് ഇടിഞ്ഞ് വെള്ളം കുറേട്ട് ചെന്നപ്പോൾ ഇടിഞ്ഞ് വീണ് പിന്നെ ശേഷം പിന്നെ തൂണ് കെട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു തൂണുണ്ടായിരുന്നു, അത് മാറ്റിയതിന് ശേഷം പിന്നെ അന്ന് മോട്ടർ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. അതിന് ശേഷം പിന്നെ മാറ്റിയിട്ട് അവർ പിന്നെ മോട്ടർ വെച്ച് ഇപ്പോൾ ആ തൂണൊന്നുമില്ല. ഇപ്പോൾ അത് ആ കിണർ അങ്ങനെ തന്നെ കിടക്കുകയില്ല. നല്ല രസമുള്ള ഏരിയയാണ്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കടയ്ക്കൽ ചിങ്ങേലി നിന്ന് അവിടെ നിന്നൊരു ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിൻ്റെ പള്ളിയാണിത്. പള്ളി നേരത്തെ ഒരു നല്ല ഒരു പുരാതനമായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ചർച്ചായിരുന്നു, സെൻറ്റ് മിൽട്രസ് ചർച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ആ പള്ളി മാറ്റിയതിന് ശേഷമാണ് പുതിയ പള്ളി പണിതത്. ഇത് പുതിയ പള്ളി ഈ സ്കൂളിനോട് ചേർന്നുള്ള പള്ളിയാണ്.